ഇവിടെ ഇതിന്റെ മേളിൽ നിന്ന് ഇറങ്ങിപ്പോയതാ. അവസാനം അവൻ വെളിയിലിറങ്ങി. എന്തൊരു സൈസാണ് നോക്കിക്ക്. പക്ഷെ നേരം കൊണ്ട് ഇവിടുത്തെ വ്യൂ മാറുന്നുണ്ട്. ഇതാണ് നെല്ലിയാമ്പതി. ഞാൻ നേരത്തെ വരുന്ന സമയത്ത് നിങ്ങളോട് പറഞ്ഞില്ലേ. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് നെല്ലിയാമ്പതിയിലോട്ടാണ്. നെല്ലിയാമ്പതി നിങ്ങളെല്ലാവരും പോയിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ ഒരു മൺസൂൺ ഡ്രൈവ് എന്നുള്ളൊരു രീതിക്കാണ് നെല്ലിയാമ്പതി പോകുന്നത്. മഴക്കാലത്ത് നെല്ലിയാമ്പതി എന്ത് വൈബായിരിക്കും. അത് അവിടെ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ ഫുള്ള് കോട ഇങ്ങനെ ഇറങ്ങിയിരിക്കുന്നത് കാണാൻ പറ്റും. മഴ ആയതുകൊണ്ട് മേളിൽ നല്ല കിടിലൻ ക്ലൈമറ്റ് ആയിരിക്കും. ഡിസംബർ മാസത്തിൽ നെല്ലിയാമ്പതി ഒരു പ്രത്യേക തരം കാഴ്ചയാണ്. പക്ഷെ മഴക്കാലത്ത് നെല്ലിയാമ്പതിയുടെ വേറൊരു രൂപമാണ്. ഈ നെല്ലിയാമ്പതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിറ്റുകൾക്കുള്ളിൽ നെല്ലിയാമ്പതിയിലെ ക്ലൈമറ്റ് മാറിക്കൊണ്ടിരിക്കും. നമ്മൾ ഇന്ന് വന്ന കാഴ്ചയായിരിക്കില്ല ഇനി വീണ്ടും ഒരു സമയത്ത് വരുന്ന സമയത്ത് കാണുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ പോത്തുണ്ടി ഡാം. നെല്ലിയാമ്പതിയുടെ മേളിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഡാം കാണാൻ പറ്റും. നമ്മൾ ഇവിടെ കയറുന്നില്ല, നമ്മൾ നേരെ നെല്ലിയാമ്പതിയിലോട്ടാണ് പോകുന്നത്. നെല്ലിയാമ്പതിയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. വലിയ തിരക്കൊന്നും കാണാനില്ല, ആൾക്കാർ കുറവാണെന്ന് തോന്നുന്നു. നമ്മൾ ചെക്ക് പോസ്റ്റിൽ എൻട്രി ചെയ്തു. ജസ്റ്റ് ഒന്നുമില്ല, വണ്ടി നമ്പറും എത്ര പേരുണ്ടെന്ന് മാത്രം, അവർക്കൊരു ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ്. നമ്മൾ ഈ ഒരു ടേണിങ് കഴിഞ്ഞാൽ നേരെ പോത്തുണ്ടി ഡാമിൻ്റെ വേറൊരു വ്യൂ നിങ്ങൾക്ക് കാണാൻ പറ്റും. പാലക്കാട് വേനൽ മഴ ഇപ്രാവശ്യം അത്യാവശ്യം നല്ലപോലെ കിട്ടിയതുകൊണ്ട് ഫുള്ള് പച്ചപ്പാണ് നമ്മൾ കയറുന്ന വഴി. സാധാരണ സമയങ്ങളിൽ ഈ ടൈമിൽ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ മൊത്തം ഉണങ്ങി കിടക്കുമായിരിക്കാം. പക്ഷേ ഇപ്രാവശ്യം നല്ല പച്ചപ്പുണ്ട്. നെല്ലിയാമ്പതിയിൽ നിങ്ങൾ ഈ മഴക്കാലത്ത് വരുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വൺ വേ ആണ്. ഇങ്ങോട്ടേക്ക് വരാനും പോകാനും ഒറ്റ വഴിയുള്ളത് കൊണ്ട് എങ്ങാനും തിരിച്ചു വരുന്ന സമയം ഒരു മരവോ അല്ലെങ്കിൽ എവിടെയെങ്കിലും മണ്ണൊന്ന് വീണ് കഴിഞ്ഞാൽ പോലും ബ്ലോക്കായിരിക്കും. അപ്പോൾ നിങ്ങൾ നെല്ലിയാമ്പതി വരുമ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ മഴക്കാലത്ത്, പ്രത്യേകിച്ച് മഴക്കാലത്ത്, ബാക്കിയുള്ള സമയങ്ങളിൽ വലിയ പ്രശ്നമില്ല. മഴക്കാലത്ത് വരുന്ന സമയത്ത് ഇതൊക്കെ കരുതിയിട്ട് വേണം ഇങ്ങോട്ടേക്ക് വരാൻ. മഴക്കാലത്ത് വേറൊരു വൈബാണ്. അതുപോലെ തന്നെ ഇങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളും നെല്ലിയാമ്പതിയിലുണ്ട്. ഒറ്റ വഴിയായതുകൊണ്ട് ഈ വഴി ഇപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ഒരു മരം വീണ് കഴിഞ്ഞാൽ പോലും നമുക്ക് തിരിച്ചു വരാൻ ഒരു വഴിയില്ല. ഇവിടെ നമ്മൾ സ്റ്റക്കായി പോകും. അപ്പോൾ അങ്ങനെയൊക്കെ മുന്നിൽ കണ്ടിട്ട് വേണം മഴക്കാലത്ത് നെല്ലിയാമ്പതിയിൽ വരാനായിട്ട്. പക്ഷെ ഇതാണ് കുണ്ട്രച്ചോല പാലം. ഇവിടെ ഒരു ചെറിയ വെള്ളച്ചാട്ടം കാണാം. ഈ വെള്ളച്ചാട്ടത്തിലൊന്നും നിങ്ങൾ ഇറങ്ങരുത്. ഇവിടെയൊക്കെ ഒരുപാട് അപകടം പറ്റി കഴിഞ്ഞ മഴയ്ക്ക് ഒരു 2-3 പേര് വെള്ളച്ചാട്ടത്തിലൊക്കെ മരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ കാണുന്ന സമയത്ത് ഭയങ്കര ഭംഗിയായിരിക്കും. പക്ഷെ അതുപോലെ തന്നെ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള വെള്ളച്ചാട്ടങ്ങളാണ്. അപ്പോൾ ഇതിലൊന്നും ദയവേത് ആരും ഇറങ്ങാതിരിക്കുക. കാണുക, ആസ്വദിക്കുക, തിരിച്ചു പോവുക, അല്ലാതിലൊന്നും ഇറങ്ങരുത്. ഇതാണ് പോത്തുണ്ടി ഡാമിൻ്റെ ആ ഒരു വ്യൂ. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പോത്തുണ്ടി ഡാമിൻ്റെ ഏകദേശമുള്ളൊരു ഭയങ്കര വൈഡായിട്ടുള്ളൊരു കാഴ്ച നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ക്യാമറ കുറച്ച് വൈഡായതുകൊണ്ട് നിങ്ങൾക്ക് അത്ര ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾ ഇവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളി കാഴ്ചയായിരിക്കും കാണാൻ പറ്റുന്നത്. നമ്മളതേ ആ ഒരു സ്ഥലത്തു നിന്നാണ് കയറി വന്നത്. നമ്മളിപ്പോൾ ആ വഴി ഇങ്ങനെ കയറി ഇതുവരെ എത്തി. നമുക്കിനി അവിടെ ഒരു മലയുണ്ട്, അത് കയറിയിട്ടാണ് പോകേണ്ടത്. ഈ നെല്ലിയാമ്പതി ശരിക്കും പറമ്പിക്കുളം ടൈഗർ റിസർവിൻ്റെ പുറകുവശത്തായിട്ട് വരും. അതായത് നെല്ലിയാമ്പതിയിലൂടെ പറമ്പിക്കുളം ടൈഗർ റിസർവിലോട്ട് പോകാൻ പറ്റുന്നൊരു വഴിയുണ്ട്. നമുക്ക് പോകാൻ പറ്റില്ല, ബാക്കി ഫോറസ്റ്റുകാർക്കും അല്ലെങ്കിൽ ഇവിടെയുള്ള ട്രൈബ്സിനും ആ വഴി ഇപ്പോഴും അവർക്ക് പോകാൻ പറ്റും. പറമ്പിക്കുളത്തുള്ള ആൾക്കാർ നെല്ലിയാമ്പതിയിലോട്ട് ആ വഴിയിലൂടെ ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത് ശരിക്കും ഒരു നെല്ലിയാമ്പതി എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ടൂറിസ്റ്റ് പ്ലേസ് അല്ല. ഇവിടെ ഈ തേയിലയും പിന്നെ അതുപോലെ ആ തേയിലത്തോട്ടങ്ങളിൽ പണിയെടുക്കാൻ വേണ്ടി ലയങ്ങളിൽ താമസിക്കുന്ന തൊഴിലാളികളും, അപ്പോൾ അങ്ങനെയുള്ളൊരു ഏരിയയാണ്. ഇത് ശരിക്കും ഒരു ടൂറിസ്റ്റ് സ്പോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള രീതിക്കല്ല. പറയുമ്പോൾ പാലക്കാടിൻ്റെ മിനി ഊട്ടി എന്നൊക്കെ അറിയപ്പെടും. കാരണം ഇവിടെ പാലക്കാടുകാർക്ക് തണുപ്പ് അനുഭവിക്കണമെങ്കിൽ നെല്ലിയാമ്പതിയിലോട്ട് തന്നെ വരണം. അത് മഴക്കാലത്ത് വരികയാണെങ്കിൽ അത് വേറൊരു വൈബായിരിക്കും. അപ്പോൾ പാലക്കാടിൻ്റെ മിനി ഊട്ടി എന്നാണ് നെല്ലിയാമ്പതി അറിയപ്പെടുന്നത്. അതല്ലാതെ ഒരു ടൂറിസ്റ്റ് സ്പോട്ട് അല്ല ശരിക്കും. ഇവിടെ അങ്ങനെ കാണാൻ മാത്രം ഒരുപാട് സ്ഥലങ്ങളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. പക്ഷേ എന്നാലും ഇപ്പോൾ ഈ പറയുന്ന പോലെ നമുക്ക് ഓഫ് റോഡും അങ്ങനെ കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ഇതിനകത്ത് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് 2 സ്ഥലങ്ങളിൽ ഓഫ് റോഡ് പോവാം. പിന്നെ അതുപോലെ നെല്ലിയാമ്പതി സീതാർകുണ്ട് വ്യൂ പോയിൻ്റ്, പിന്നെ അതുപോലെ ഉള്ളിലൊരു തൂക്കുപാലമുണ്ട്. അപ്പം അങ്ങനത്തെ കേശവംപാറ, അപ്പം അങ്ങനത്തെ കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ നെല്ലിയാമ്പതിയിലുള്ളൂ. അല്ലാതെ നമുക്ക് ഈ വലിഞ്ഞേറി പോയി കാണാൻ പറ്റുന്ന സ്ഥലങ്ങളൊന്നും നെല്ലിയാമ്പതിയിൽ അധികം ഇല്ല. അപ്പോൾ ഇതൊരു പ്രോപ്പർ ടൂറിസ്റ്റ് സ്പോട്ടല്ല. പക്ഷേ എന്നിരുന്നാലും ഒരു വൺ ഡേ ഒരു വെക്കേഷന് പറ്റിയൊരു സ്ഥലമാണ് നെല്ലിയാമ്പതി. ആ മലയിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഫുള്ള് കോട ഇങ്ങനെ ഇറങ്ങിയിരിക്കുക. നമുക്കിപ്പോൾ നെല്ലിയാമ്പതിയുടെ ഒരു ഫസ്റ്റ് വ്യൂ പോയിൻ്റാണ് ഈ കാണുന്നത്. മിക്ക ആൾക്കാരുടെയും ഒരു ഫോട്ടോ എടുക്കുന്നൊരു സ്ഥലം ഇതാണ്.
നേരത്തെ കണ്ടില്ലൊരു വ്യൂ പോയിൻ്റ്. അപ്പോൾ നിങ്ങൾ അവിടെ നിർത്താതെ നേരെ ഈ ഒരു സ്ഥലത്തോട്ട് വരിക. അവിടെ നിന്ന് അടുത്ത് തന്നെയാണ്, അവിടെ നിന്ന് ഒരു 2 മിനിറ്റ് ട്രാവൽ ചെയ്യാനേ ഉള്ളൂ. ഇങ്ങനെ ഒരു കിടിലൻ സ്ഥലം നിങ്ങൾക്ക് കാണാം. അവിടെ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നൊരു വ്യൂ എന്ന് പറയുന്നത് ഭയങ്കര ഒരു അടിപൊളി വ്യൂ ആയിരിക്കും. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആ കാണുന്നതാണ് പോത്തുണ്ടി ഡാം, അതുപോലെ തന്നെ ആ കാണുന്നതാണ് കൊല്ലങ്കോട് നെമ്മാറ ടൗൺ. അവിടെ നിന്നാണ് നമ്മൾ കയറി വന്നത്. അതിനടുത്ത് ഇവിടെ ഒരു വലിയ മലയുണ്ട്. നമ്മൾ ആ വ്യൂ പോയിൻ്റ് താഴെയാണ് വരുന്നത്, ആ ഭാഗത്തായിട്ട് വരും. അവിടെ നിന്ന് കിട്ടുന്നൊരു വ്യൂ എന്ന് പറയുന്നത് ഈ ഒരു മല മാത്രമായിരിക്കും. പക്ഷേ ഈ പോത്തുണ്ടി ഡാമിൻ്റെ വ്യൂ കിട്ടണമെങ്കിൽ ഇങ്ങോട്ട് കയറി തന്നെ വരണം. സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും മൃഗങ്ങൾ ഈ മലയുടെ മുകളിലുണ്ടെങ്കിലും കാണാൻ പറ്റും. അപ്പോൾ ഈ സ്ഥലങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഈ സ്ഥലം ഒരിക്കലും മിസ് ചെയ്യണ്ട. ഇവിടെ വണ്ടി പാർക്ക് ചെയ്തേ ഇവിടെ തന്നെ നിന്ന് കഴിഞ്ഞാൽ കിട്ടുന്നൊരു വ്യൂ ആണ് ഇത്. അപ്പോൾ ഈ നെല്ലിയാമ്പതിയിൽ നിങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ അനിമൽസിനെ കാണാനുള്ള ചാൻസ് ഉണ്ട്. ഭാഗ്യമുണ്ടെങ്കിൽ മാത്രം കേട്ടോ. പറമ്പിക്കുളം ടൈഗർ റിസർവിന് അടുത്ത് നിൽക്കുന്നതുകൊണ്ട് ഇവിടെ മൃഗങ്ങളുടെ സാന്നിധ്യം ഉണ്ട്, ഇല്ലയെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. പക്ഷേ അതിനത്രയും ലക്ക് വേണം ഇവിടെ കിട്ടാനായിട്ട്. ഇവിടെ നെല്ലിയാമ്പതിൽ സ്ഥിരം ഇറങ്ങുന്ന ചില്ലിക്കൊമ്പൻ, അതുപോലെ തന്നെ ഇവിടെ ഇഷ്ടംപോലെ ആനകൾ ഇറങ്ങും. അതുപോലെ എപ്പോഴും ഒരു പിടിയാനയും ഒരു കുട്ടിയാനയും മിക്ക ആൾക്കാർക്കും കിട്ടുന്നൊരു സൈറ്റിംഗ് ആണ്. പിന്നെ അതുപോലെ ഇവിടെ താമസിക്കുന്ന ആൾക്കാർക്ക് കടുവ, അതുപോലെ തന്നെ ലെപ്പേഡ്, കരടി, അങ്ങനത്തെ സൈറ്റിങ്സ് എല്ലാം അവർക്ക് കിട്ടാറുണ്ട്. അപ്പോൾ ഇത് പറമ്പിക്കുളം ടൈഗർ റിസർവിന് അടുത്തുള്ളതുകൊണ്ട് ഇവിടെ മൃഗങ്ങൾ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ ഇനി പോകുന്നത് റൈറ്റിലോട്ടാണ്. 100 അടി എന്ന് പറയുന്ന സ്ഥലത്ത് നേരെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സീതാർകുണ്ട് വ്യൂ പോയിൻ്റ് വരുന്നത്. അപ്പോൾ ഈ ഒരു ജംഗ്ഷനിൽ നിന്ന് നമ്മൾ റൈറ്റ് എടുത്തു. നമ്മൾ കേശവൻപാറ കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ മുന്നിൽ വന്നു. അപ്പോൾ ഈ ഒരു ഏരിയ എന്ന് പറയുന്നതാണ് ചില്ലിക്കൊമ്പൻ്റെ പ്രധാന ഏരിയ. അതായത് ഇത് തേയിലത്തോട്ടമുള്ള സ്ഥലമാണ്. അപ്പോൾ ഈ ലയങ്ങൾ നമ്മുടെ റൈറ്റ് സൈഡ്, നമ്മൾ പോകുന്ന റോഡിൻ്റെ റൈറ്റ് സൈഡായിട്ട് ഒരുപാട് ലയങ്ങൾ അവിടെ കാണാൻ പറ്റും. അപ്പോൾ ഈ ലയങ്ങളിൽ ഇവിടെയൊക്കെ ചക്കയും അതുപോലെ തന്നെ മാവും ഇതെല്ലാം ഉണ്ട്. അപ്പോൾ ഈ ചില്ലിക്കൊമ്പൻ്റെ മെയിൻ ഹോബി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാമ്പഴം കഴിക്കലാണ്. അപ്പോൾ അവനിങ്ങനെ ഈ മാമ്പഴമുള്ള സ്ഥലങ്ങളിൽ മാമ്പഴം കഴിക്കാൻ വേണ്ടിയിട്ട് വരും. ഇപ്പോൾ ഒന്ന് മാമ്പഴ സീസണും കൂടി ആണല്ലോ. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഇറങ്ങി നിൽക്കുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും വീടിൻ്റെ പുറകിലൊക്കെ ഉള്ളത് കാണാൻ പറ്റും. ഞാൻ നേരത്തെ പോയപ്പോൾ എടുത്തൊരു വീഡിയോ ഇതിനകത്ത് ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ മാമ്പഴ കൊതി എങ്ങനെയാണെന്നുള്ളത്. എല്ലാവരും കേശവൻപാറ വരെ വരും, എന്നിട്ട് പിന്നെ തിരിച്ചു പോകും. പക്ഷേ ഇവിടെ കുറച്ചുകൂടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ടൗൺ കാണും. അവിടെ നിന്ന് മുന്നിലോട്ട് പോയി കഴിഞ്ഞാലാണ് നമുക്ക് തൂക്കുപാലം എന്ന് പറയുന്ന സ്ഥലം എത്തുന്നത്. അപ്പോൾ ഇതാണ് ആ ഒരു ചെറിയ ടൗണ്. നമുക്ക് കുറച്ചുകൂടെ മുന്നിൽ പോയി കഴിഞ്ഞാൽ കേരളത്തിൻ്റെ സംസ്ഥാന പക്ഷിയായിട്ടുള്ള മലമുഴക്കി വേഴാമ്പൽ, അത് കൂടുതൽ കാണുന്നൊരു സ്ഥലം ഈ നെല്ലിയാമ്പതിയിലാണ്. അപ്പോൾ നെല്ലിയാമ്പതിയിൽ നമുക്ക് പോയി നോക്കാം വേഴാമ്പലുണ്ടോയെന്ന്. രാവിലെ നേരത്തെയും അതുപോലെ തന്നെ വൈകുന്നേരങ്ങളായിരിക്കും ഇവരുടെ സഞ്ചാരം. പക്ഷെ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഇപ്പോൾ വേഴാമ്പലിനെ കാണാനുള്ള ചാൻസ് ഉണ്ട്. നമുക്കെന്തായാലും പോയി നോക്കാം. നമുക്ക് ഈ ഒരു ജംഗ്ഷനിൽ നിന്ന് നേരെയാണ് പോകേണ്ടത്. അപ്പോൾ ഈ കാപ്പിത്തോട്ടങ്ങളുടെ നടുവിൽ വലിയ വലിയ മരങ്ങളുണ്ട്. അപ്പോൾ ഇവിടെയാണ് വേഴാമ്പലിൻ്റെ കൂടുകളുള്ളത്. ഇതിൻ്റെ ഒരു മെയിൻ പോയിൻ്റ് ഉണ്ട്. നമുക്ക് അവിടെ പോയിട്ട് വണ്ടി നിർത്താം. അപ്പോൾ അവിടെ പോയിട്ട് വേഴാമ്പലിനെ കാണുമോയെന്ന് നമുക്ക് നോക്കാം. ഇതെല്ലാം ഈ അനിമൽ സൈറ്റിങ്സ് എല്ലാം പറയുന്നത് നമ്മുടെ ലക്കാണ്. നമുക്ക് അത്രയും ലക്ക് ഉണ്ടെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ പെട്ടെന്നൊരു ട്രാൻസിഷൻ, വീണ്ടും കാപ്പിത്തോട്ടം കഴിഞ്ഞ് വീണ്ടും തേയിലത്തോട്ടങ്ങളിലോട്ട് പോവാണ്. അപ്പോൾ ഈ റൂട്ട് നിങ്ങൾ എന്തായാലും വന്നിരിക്കണം കേട്ടോ. അധികം തിരക്കോ ബഹളങ്ങളോ കാര്യങ്ങളോ ആളുകളൊന്നും ഇല്ലാതെ നമുക്ക് ഈ ഒരു തേയിലത്തോട്ടങ്ങളും എൻജോയ് ചെയ്ത് പോകാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. അതും ഈ കാലഘട്ടത്തിൽ എല്ലാവർക്കും എല്ലാ വഴി അറിയുന്നൊരു കാലഘട്ടത്തിൽ ആരും ഇല്ലാത്തൊരു റോഡിലോട്ട് പോകുന്ന സമയത്ത് കിട്ടുന്നൊരു വൈബ് എന്ന് പറയുന്നത് വേറെ വൈബാണ്. ഈ ഒരു പ്രദേശത്താണ് കൂടുതലും വേഴാമ്പലുകളെ കിട്ടാനുള്ള ചാൻസ്. പക്ഷേ ഇപ്പോൾ ഒന്നുമില്ല, മീറ്റിംഗ് സീസൺ ആയതുകൊണ്ട് ചിലപ്പോൾ എല്ലാം കൂടിനകത്ത് ഇരിക്കുകയായിരിക്കും. പക്ഷേ അവിടെ ഒരു ചെറിയ അനക്കം കാണുന്നുണ്ട്. എന്തായാലും നമുക്ക് പോയി നോക്കാം. ഈ ക്യാമറയിൽ ഒട്ടും കാണാൻ പറ്റില്ല കേട്ടോ. ഇതിൻ്റെ ഈ വേഴാമ്പലിനെ കാണാത്തവർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇതിൻ്റെ വലുപ്പം എന്ന് പറയുന്നത് നമ്മൾ ഈ ഫോട്ടോയിൽ കാണുന്ന അത്രയല്ല, നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും വലുപ്പം കൂടുതലാണ് ഈ വേഴാമ്പലിൻ്റെ സൈസ് എന്ന് പറയുന്നത്. ഇവർ പറക്കുമ്പോൾ തന്നെ വലിയൊരു സൗണ്ട് നമുക്ക് അതിഭയങ്കരമായിട്ട് കേൾക്കാൻ പറ്റും.
നമ്മളിതേ ആ കാണുന്നൊരു തോടിന് സൈഡിലൂടെയാണ് ഇനി പോകുന്നത്. തൂക്കുപാലവും അങ്ങോട്ട് തന്നെയാണ്. തൂക്കുപാലം എന്ന് പറയുന്നത് അത്ര വലിയൊരു സ്ഥലമൊന്നുമല്ല, ചെറിയൊരു സ്ഥലം. അവിടെ ഒരു ട്രൈബൽ കോളനി ഉണ്ട്, അപ്പോൾ അവർക്ക് വേണ്ടി കെട്ടിയിട്ടുള്ള ഒരു തൂക്കുപാലമാണ്. വെള്ളം അത്യാവശ്യം കലങ്ങിയിട്ടാണ് വരുന്നത്. നമുക്ക് ഇങ്ങനൊരു റോഡ് കാണാം. അപ്പോൾ ഇതിൽ നമുക്ക് പോകേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കരടി എന്ന് പറയുന്ന ഒരു സ്ഥലത്തോട്ടാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ ഇവിടെയാണ് തൂക്കുപാലം ഉള്ളത്. അങ്ങനെ ദേ നമ്മൾ തൂക്കുപാലത്തോട്ട് വന്നിരിക്കുകയാണ്. വെള്ളമൊക്കെ അത്യാവശ്യം നല്ല കലങ്ങിയിട്ടാണ് ഒഴുകുന്നത്. ഉൾക്കാട്ടിലൊക്കെ നല്ല മഴയുണ്ടാവും. അപ്പോൾ ദേ ഇതാണ് ആ തൂക്കുപാലം. നെല്ലിയാമ്പതി വന്നിട്ട് ഈ ഒരു തൂക്കുപാലം ആരും കാണാതെ പോകരുത്. ഈ തൂക്കുപാലത്തിൻ്റെ അപ്പുറത്തൊരു ട്രൈബൽ കോളനിയാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ തൂക്കുപാലം ഉണ്ടാക്കിയിരിക്കുന്നത്. കാരപ്പാറ തൂക്കുപാലമാണ് ഇത്. ഇവിടെ നിന്ന് ഒരു കിടിലൻ വ്യൂ തന്നെ കേട്ടോ. ആരുമില്ല ഇവിടെ. ഇപ്പോൾ നമ്മൾ മാത്രമേ ഉള്ളൂ, നമ്മുടെ വണ്ടിയും മാത്രമേ ഉള്ളൂ. മഴയായതുകൊണ്ട് ഒന്നാമത് നെല്ലിയാമ്പതിയിൽ തിരക്ക് കുറവാണ്. പിന്നെ ഇത് കുറച്ച് ദൂരമുള്ള സ്ഥലമായതുകൊണ്ട് ഇങ്ങോട്ടേക്ക് ആരും വന്നിട്ടുമില്ല. അപ്പോൾ ഇവിടെ നമ്മൾ മാത്രമേ ഉള്ളൂ. ഇതാണ് തൂക്കുപാലം. തൂക്കുപാലം നമ്മൾ മലമ്പുഴയിലൊക്കെ പോകുന്ന സമയത്ത് കാണുന്ന തൂക്കുപാലത്തിൻ്റെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ആളൊഴിഞ്ഞ് ഇവിടെ കിട്ടും. അത്രയും വലുപ്പമൊന്നും ഇല്ലെങ്കിലും ഇതും സെയിം രീതിക്ക് കെട്ടിയേക്കുന്ന തൂക്കുപാലമാണ്. ഇതാണ് ആ തൂക്കുപാലത്തിൻ്റെ ഒരു ഭംഗി. നന്നായി കുലുങ്ങുന്നുണ്ട് കേട്ടോ. വെള്ളം ഇങ്ങനെ കലങ്ങി വീഴ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ അപ്പുറത്താണ് കേട്ടോ ആ ട്രൈബൽ കോളനി എന്ന് പറയുന്നത്. കാരപ്പാറ തൂക്കുപാലം കഴിഞ്ഞ് കുറച്ചുകൂടെ നിങ്ങൾ മുന്നിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വേറൊരു പാലവും കൂടെ കാണും. ആ പാലവും ഒരു അടിപൊളി പാലമാണ് കേട്ടോ. അതിനപ്പുറത്തേക്ക് നമുക്ക് പോകാൻ അനുമതിയില്ല. അതുവരെ മാത്രമേ പോകാൻ അനുമതിയുള്ളൂ. നേരത്തെ അതിനകത്തോട്ട് പോകാൻ പറ്റുമായിരുന്നു, പക്ഷെ ഇപ്പോൾ അങ്ങോട്ടേക്ക് ക്ലോസ്ഡ് ആണ്, അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് കേട്ടോ ആ ലാസ്റ്റ് ഒരു വാട്ടർഫാൾ എന്ന് പറഞ്ഞാൽ. ഇതിനപ്പുറത്തേക്ക് നമുക്ക് എൻട്രി ഇല്ല. ഈ കാരപ്പാറ എസ്റ്റേറ്റ് എന്നുള്ള ആ ഒരു പഴയ ബിൽഡിങ് അതുവരെ നമുക്ക് എൻട്രി ഉള്ളൂ. ഇവിടെ നമ്മുടെ വണ്ടി നിർത്താം. ഇതിലോട്ടൊന്നും ഇറങ്ങരുത് കേട്ടോ. ഇത് നല്ല ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു വെള്ളച്ചാട്ടമാണ്. ഇപ്പം നിങ്ങളിങ്ങനെ കാണുന്നതുകൊണ്ട് ഭയങ്കര കാമാണെന്ന് വിചാരിക്കും, പക്ഷെ ഭയങ്കര വഴുക്കലുണ്ട്. തെന്നി വീണ് കഴിഞ്ഞാൽ അതിൻ്റെ പ്രശ്നം നമുക്ക് തന്നെയാണ്. അപ്പോൾ ഇതിലൊന്നും ഇറങ്ങരുത്. വെള്ളം ഇല്ലാത്ത സമയത്താണെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗത്തൊക്കെ ഇറങ്ങി നിൽക്കാം, പക്ഷെ വെള്ളം ഉള്ളൊരു ഭാഗത്ത് ഏറ്റവും ഇറങ്ങാതിരിക്കുന്നതാണ് സേഫ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്. ഈ വെള്ളച്ചാട്ടം ഇങ്ങനെ ഒഴുകി ഇവിടെ ഒരു പഴയ പൊട്ടിപ്പോയ പാലമുണ്ട്. അവിടെ നിന്ന് ഇതിങ്ങനെ ഒഴുകിപ്പോവും. അങ്ങനെ നമ്മൾ കാരപ്പാറ തൂക്കുപാലം കണ്ടു കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴാണ് ഇതേ നമ്മുടെ മുന്നിൽ ഒരു കൂട്ടം സാമ്പാർ ഡിയർ ഒരു കാപ്പിത്തോട്ടത്തിനുള്ളിൽ നിൽക്കുന്നത്. നമ്മൾ ഒരുപാട് ഒച്ചയും ബഹളവും വയ്ക്കാതിരുന്നുകൊണ്ട് ഇവർ അവിടെ നിന്ന് കയറിപ്പോയില്ല കേട്ടോ. നമുക്ക് ഒരുപാട് നേരം ഇവരെ കാണാൻ പറ്റി. ഈ സാമ്പാർ ഡിയറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിലെ ഏറ്റവും വലിയ മാൻവർഗത്തിൽപ്പെട്ട ജീവിയാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിലെ ഏറ്റവും വലിയ കൊമ്പുള്ള മാൻവർഗത്തിൽപ്പെട്ട ജീവിയും കൂടെയാണ് ഈ സാമ്പാർ ഡിയർ. അങ്ങനെ നമ്മൾ കുറേ നേരം സാമ്പാർ ഡിയറിനൊക്കെ കണ്ടുനിന്ന് നമ്മുടെ യാത്ര തുടർന്നു കേട്ടോ. അടുത്തതായിട്ട് നമ്മളിനി പോകുന്നത് ഒരു കിടിലൻ ഓഫ് റോഡ് ട്രിപ്പിനാണ്. അങ്ങനെ നമ്മുടെ ഓഫ് റോഡ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ട്രക്കിങ്ങിൽ ശരിക്കും 3 വ്യൂ പോയിന്റുകളാണുള്ളത്. ഒന്ന് മീനമ്പാറ എന്ന് പറയുന്ന ഒരു വ്യൂ പോയിന്റ്, രണ്ടാമത്തെ മാട്ടുമല, അതുപോലെ തന്നെ മൂന്നാമത്തെ കാരാശ്ശൂരി എന്ന് പറയുന്ന, അങ്ങനെ 3 വ്യൂ പോയിന്റുകളാണ് നമുക്ക് ഈ ഓഫ് റോഡിലുള്ളത്. പക്ഷേ സാധാരണ എല്ലാവരും ആദ്യത്തെ 2 പോയിന്റിൽ പോയിട്ട് തിരിച്ചു വരാറാണ് പതിവ്. നമ്മൾ മൂന്നാമത്തെ വ്യൂ പോയിന്റിൽ പോയപ്പോൾ കിട്ടിയ 2 കിടിലൻ സൈറ്റിങ്ങിൻ്റെ വീഡിയോസ് ഇതിൻ്റെ പുറകിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാം. അപ്പം നമ്മളിത് നമ്മുടെ ഫസ്റ്റ് വ്യൂ പോയിൻ്റ് ആയിട്ടുള്ള മീനമ്പാറയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.
നമ്മൾ പോകുന്ന സമയത്ത് വലിയ മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഓഫ് റോഡ് അധികം അഡ്വഞ്ചറസ് ഒന്നും അല്ലാതെ കുറച്ച് സമാധാനത്തോടെ കയറാൻ പറ്റി. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് വ്യൂ പോയിൻ്റ്, മീനമ്പാറ എന്ന് പറയുന്നത്. ചെറിയ ചാറ്റൽ മഴയുണ്ട്. അപ്പോൾ ആ മലയിൽ നിന്നൊക്കെ കോടകൾ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. നല്ല കോടയുണ്ട് കേട്ടോ. നമുക്ക് മൊത്തം 3 വ്യൂ പോയിൻ്റാണ്. ഞാൻ ബാക്കി ഡീറ്റെയിൽസ് ഞാൻ വഴിയെ വോയിസ് ഓവറിൽ പറഞ്ഞുതരാം. ഇവിടെ എല്ലാം മൃഗങ്ങൾ ഇറങ്ങുന്ന സ്ഥലമാണ്. എല്ലാ ആനയും അതുപോലെ തന്നെ കാട്ടിയും എല്ലാം ഇറങ്ങുന്നൊരു സ്ഥലമാണിത്. ഇതൊരു വല്ലാത്തൊരു വ്യൂ തന്നെ കേട്ടോ. ഒരു 360 വ്യൂ കിടിൽ. ഒരു സൈഡ് മല, ഒരു സൈഡ് മൊത്തം പാലക്കാടിൻ്റെ ഭാഗങ്ങൾ. അങ്ങനെ മീനമ്പാറയിലെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ നമ്മുടെ രണ്ടാമത്തെ വ്യൂ പോയിൻ്റായിട്ടുള്ള മാട്ടുമലയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുമ്പോൾ തന്നെ ചെറുതായിട്ട് മഴത്തുള്ളി ഇടുന്നുണ്ട്. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിക്ക് കോട കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. ഈ ചെറിയ ചാറ്റൽ മഴയും അതിൻ്റെ കൂടെ കോട എന്ന് പറയുന്ന സമയത്തുള്ളൊരു എക്സ്പീരിയൻസ്, അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് തന്നെയാണ്. നമ്മളിത് അപ്പം നമ്മുടെ രണ്ടാമത്തെ വ്യൂ പോയിൻ്റായിട്ടുള്ള മാട്ടുമലയിലോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ജീപ്പ് പോകുന്നത് ശരിക്കും ഒരു ടോപ്പിൽ നിന്നാട്ടോ. അപ്പോൾ ടോപ്പിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു നല്ല കിടിലിനായിട്ടുള്ള വ്യൂ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ നിന്ന് തന്നെ, ഈ വീഡിയോ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു എത്രത്തോളം പൊക്കത്തിലാണ് നമ്മൾ നിൽക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകും. നമുക്ക് ചുറ്റും കോടയാണ്. മഴത്തുള്ളികൾ ചെറുതായിട്ടുള്ളതുകൊണ്ട് നമുക്ക് ചുറ്റും കോട കയറിയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് മാട്ടുമല എന്ന് പറയുന്ന മല. ഇവിടെയാണ് നമ്മുടെ ലാലേട്ടൻ്റെ ഫേമസ് ആയിട്ടുള്ള ഭ്രമരം ഷൂട്ട് ചെയ്തത്. ഭ്രമരത്തിൻ്റെ ക്ലൈമാക്സ് പോയിൻ്റൊക്കെ ഇവിടെ നിന്നാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പൊള്ളാച്ചി, അതുപോലെ തന്നെ നമ്മുടെ പറമ്പിക്കുളം, അതിൻ്റെ ഭാഗങ്ങളൊക്കെ കാണാം. ഫുള്ള് കോട കേട്ടോ. മലയിൽ മൊത്തം കോട ഇറങ്ങിക്കൊണ്ടിരിക്കണം. നമ്മുടെ 3ാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് ആ ഒരു മല കാണുന്നുണ്ടോ. ആ മലയിൽ നിന്ന് ഇങ്ങനെ പോയിട്ട് ഈ മലയുടെ അപ്പുറത്താണ്, അതായത് പറമ്പിക്കുളത്തോട്ട് പോകുന്ന റോഡ് ആ വഴിയാണ്. പറമ്പിക്കുളത്തോട്ട് പോകുന്നതിൻ്റെ ഒരു ഭാഗത്തായിട്ട് കാരാച്ചൂരി എന്ന് പറയും. കാരാച്ചൂരി ഒരു അമ്മയുടെ, ഒരു ദേവിയുടെ ക്ഷേത്രമുണ്ട്. അപ്പോൾ ആ ക്ഷേത്രമാണ് അവിടുത്തെ ലാസ്റ്റ് പോയിൻ്റ്. അപ്പോൾ ഇത് 2ാമത്തെ പോയിൻ്റ്. ഇവിടുത്തെ ഓഫ് റോഡിന് വരുന്ന സമയത്ത് ഇത് 2ാമത്തെ പോയിൻ്റാണ് ഈ മാട്ടുമല എന്ന് പറയുന്നത്. നമ്മളിവിടെ നിൽക്കും തോറും കോട ഇങ്ങനെ കയറി ഇറങ്ങി കളിച്ചുകൊണ്ടിരിക്കുക. അതേ ആ മലയിലുള്ള കോടയുടെ ഷേപ്പൊന്ന് മാറുന്നു നോക്കിയേ. ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു ഹോളിവുഡ് ടച്ച്, അല്ലെങ്കിൽ ഒരു വല്ലാത്തൊരു ഫ്രെയിമാണ് ഇവിടെ കിട്ടുന്നത്. ഫുള്ള് പച്ചപ്പ്, ആ പാറയുടെ കളറും അതുപോലെ തന്നെ ആ കോട ഇങ്ങനെ മാറി മറിയുന്നതും അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. പിന്നെ പോരാത്തതിനത് മഴ ചെറുതായി പൊടിയുന്നുണ്ട്. ഇവിടെ കോടകളൊക്കെ ഭയങ്കര ഫാസ്റ്റായിട്ട് കയറി വരികയാണ്. ഇവിടുത്തെ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിഗംഭീരമായിട്ടുള്ള വ്യൂ ആണ്. നിങ്ങൾ നോക്കിക്കേ, എന്ത് കിടിലൻ വ്യൂ ആണെന്നുള്ളത്. ഇവിടെ എന്തായാലും വരാത്തവർ എന്തായാലും വരണം കേട്ടോ. ഈ നെല്ലിയാമ്പതി കണ്ട് സീതാർകുണ്ട് വ്യൂ പോയിൻ്റ് മാത്രം കണ്ടിട്ട് പോകരുത്. കുറച്ച് കാശ് മുടക്കിയിട്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് പോരുക. ഒരു വേർത്ത് എക്സ്പീരിയൻസ് ആണ്. നമ്മളിനി അടുത്തത് പോകുന്നതാണ് ഇതിലും കിടിലനായിട്ടുള്ളൊരു എക്സ്പീരിയൻസ്. ഒരു 8 കിലോമീറ്റർ നമ്മൾ വീണ്ടും ഓഫ് റോഡ്, അല്ലെങ്കിൽ വീണ്ടും ഒരു കാടിനുള്ളിൽ കൂടെ പോയിട്ടാണ് അടുത്ത നമ്മുടെ വ്യൂ പോയിൻ്റ് വരുന്നത്. അപ്പോൾ ഇതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഇങ്ങോട്ടേക്ക് നിങ്ങൾ വരിക തന്നെ വേണം. അത് നമ്മൾ സംസാരിച്ച് നിൽക്കുമ്പോഴേക്കും ആ മലയത്തെ കോട പോയി. ആളുകളൊക്കെ ഇവിടെ ഫോട്ടോ എടുക്കുന്നതും അതുപോലെ തന്നെ നമ്മുടെ ജീപ്പെല്ലാം പാർക്ക് ചെയ്തിരിക്കുന്നത് അവിടെയാണ്. അപ്പോൾ ഇവിടെയും മൃഗങ്ങളൊക്കെ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ കാണാൻ പറ്റും. ഞാൻ കഴിഞ്ഞ തവണ വന്ന സമയത്ത് ഇവിടെ 2 കാട്ടികൾ തമ്മിൽ അടികൂടുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. അതിന് മുമ്പ് തന്നെ നമ്മുടെ ജീപ്പിൻ്റെ സൗണ്ട് കേട്ടപ്പോൾ അവർ ഉൾക്കാട്ടിലോട്ട് ഓടി. അപ്പോൾ ഇവിടെയും ആനകളും എല്ലാം വരും. അപ്പോൾ നിങ്ങൾക്ക് ലക്ക് ഉണ്ടെങ്കിൽ ഇതെല്ലാം കാണാനും ചാൻസ് ഉണ്ട്. നമ്മളിവിടെ നിൽക്കും തോറും ഇതേ കോട കയറി വരികയാണ്. നിമിഷ നേരം കൊണ്ട് ഇവിടുത്തെ വ്യൂ മാറുന്നുണ്ട്. ഇതാണ് നെല്ലിയാമ്പതി. ഞാൻ നേരത്തെ വരുന്ന സമയത്ത് നിങ്ങളോട് പറഞ്ഞില്ലേ, മിനിറ്റുകൾക്കുള്ളിൽ നെല്ലിയാമ്പതിയുടെ രൂപവും ഭാവവും എല്ലാം മാറുന്നുള്ളത്. നമ്മൾ കഴിക്കാൻ ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്ത് 10 മിനിറ്റ് കഴിഞ്ഞ് ഇതാണ് കോട മുഴുവൻ കയറി. വേണ്ടോ, ഇതാണ് ബാക്ക്ഗ്രൗണ്ട്. നമ്മുടെ അന്ന് വണ്ടി നിർത്തിയതിൻ്റെ ബാക്ക്ഗ്രൗണ്ടാണ് ഈ കാണുന്നത്. ഫുള്ള് കോടയാണ്, ഫുൾ കോട മഴയാണ്.
അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ വ്യൂ പോയിൻ്റ് കഴിഞ്ഞ് മൂന്നാമത്തെ വ്യൂ പോയിൻ്റ് ആയിട്ടുള്ള കാരാശൂരിക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഈ പോകുന്ന വഴിയിലാണ് നമുക്ക് 2 കിടിലൻ സൈറ്റിങ് കിട്ടി. പോകുന്ന വഴി അത്യാവശ്യം ചെളിയും അതുപോലെ തന്നെ നല്ല കോടയും നിറഞ്ഞൊരു വഴിയായിരുന്നു. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോഴേ നമ്മുടെ മുന്നിൽ ഒരു കാട്ടി, ഒരു മസിലളിയൻ. ഈ കാട്ടി മെയിലാണ് കേട്ടോ. അപ്പം അതിൻ്റെ കളറ് വെച്ചിട്ട് നമുക്കിത് മെയിലാണോ ഫീമെയിലാണോ എന്ന് കണ്ടുപിടിക്കാം. അപ്പം നമ്മുടെ വണ്ടിയുടെ സൗണ്ട് കേട്ടപ്പോൾ തന്നെ അവൻ പതുക്കെ അവിടെ താഴത്തൊരു ചെറിയ അരുവിയുണ്ട്. അപ്പോൾ അരുവിയിലോട്ട് അവൻ പോകാൻ ശ്രമിക്കുന്നുണ്ട്. നമ്മുടെ വണ്ടി കുറച്ചുകൂടെ അടുത്തപ്പോൾ അവൻ ഉള്ളിലോട്ട് കയറിപ്പോയി. അവൻ്റെ ഇവിടെ പുല്ല് കഴിച്ചുകൊണ്ടിരിക്കണം. അവൻ വെളിയിൽ വരുമോ എന്ന് പറഞ്ഞ് കുറച്ച് നേരം വെയിറ്റ് ചെയ്തത്. അവസാനം അവൻ വെളിയിലിറങ്ങി. എന്തൊരു സൈസാണ് നോക്കിക്കേ. ഓ, വല്ലാത്തൊരു സൈസ്. കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു ഭീകരതയാവന്. ഈ കാണുന്ന പോലൊന്നും അല്ല കേട്ടോ, ആൾ അത്യാവശ്യം ഡേഞ്ചറസ് തന്നെയാണ്. ഇവിടെ ഇതിൻ്റെ മുകളിൽ അങ്ങനെ നമ്മൾ വളരെ റെയറായിട്ട് മാത്രം ഈ ഓഫ് റോഡിൽ കിട്ടുന്ന ഒരു സൈറ്റിങ്ങാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഒരു ലെപ്പേർഡ് നമുക്ക് മുന്നിൽ പെട്ടെന്ന് വളരെ സ്പ്ലിറ്റ് സെക്കൻഡിൽ അത് ഓടിപ്പോയി കേട്ടോ. നമ്മുടെ ജീപ്പിൻ്റെ സൗണ്ട് ദൂരെ നിന്ന് കേട്ടപ്പോൾ തന്നെ അത് മേളിൽ നിന്ന് ഇറങ്ങി വരാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ നമ്മുടെ ജീപ്പ് അവിടെ എത്തുമ്പോൾ അത് മേളിൽ നിന്ന് ഭയങ്കര സ്പീഡിൽ താഴോട്ട് ഇറങ്ങി വരിക. അപ്പോൾ നമ്മൾ ക്യാമറ ഓണാക്കിയിട്ട് പോകുമ്പോഴാണ് നമുക്കിത് ഈ ഒരു വിഷ്വൽ കിട്ടിയത്. അപ്പോൾ ഒത്തിരി നേരമൊന്നും നമ്മുടെ കൺമുന്നിൽ ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് അത് ആ കാടിനകത്തേക്ക് കയറിപ്പോയി. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വരുന്ന സമയത്ത് സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ ഇതുപോലെ മലകളുടെ ഇടയിലും അല്ലെങ്കിൽ കാടുകളുടെ ഉള്ളിലൊക്കെ ചിലപ്പോൾ നമുക്ക് ആനിമൽസിനെ പെട്ടെന്ന് സ്പോട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ സൈസ് കണ്ട് ആരും കടുവയാണെന്ന് തെറ്റിദ്ധരിക്കരുത്. നമ്മളത് നേരിട്ട് കണ്ടതാണ്. അത് ലെപ്പേർഡാണ്. അതിൻ്റെ ബോഡിയിലുള്ള പാറ്റേൺ നമ്മൾ ക്ലിയർ ആയിട്ട് കണ്ടതാണ് ആ മലയുടെ മുകളിൽ നിന്ന്. പക്ഷെ അത് വീഡിയോ എടുക്കുമ്പോഴേക്കും അത് താഴത്തോട്ട് ഇറങ്ങിപ്പോയി. അതുകൊണ്ടാണ് ഈ സ്ക്രീൻഷോട്ട് ഇവിടെ ചേർക്കുന്നത്. ഈ കാണുന്നൊരു സ്ഥലത്ത് പുലി നമുക്ക് തൊട്ട് മുന്നിൽ ചാടിപ്പോയി. അതിൻ്റെ സൂം ചെയ്തിട്ടുള്ള വിഷ്വൽസ് ഞാൻ കാണിച്ചു തരാം. അത് താഴെ പോയി. നമുക്കിവിടെ നിന്ന് എടുക്കാൻ പറ്റില്ലായിരുന്നു, അത്ര സ്പീഡിലായിരുന്നു. നമ്മൾ വരുമ്പോൾ അത് ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഇവിടെ നിന്ന് അങ്ങനെ താഴെ വണ്ടിയുടെ സൗണ്ട് കേട്ട് അത് താഴെ ഇറങ്ങി ഓടി ഇതിലൂടെ അങ്ങോട്ട് കയറിപ്പോയി. അപ്പോൾ ഇതാണ് കാരാച്ചൂറി ട്രൈബൽ അമ്പലം. നമ്മുടെ ഫൈനൽ സ്ഥലം ഇത്, മൂന്നാമത്തെ സ്പോട്ട് ഇതാണ്. അപ്പം നമ്മൾ വന്ന വഴി ഞാൻ കാണിച്ചു തരാം. ആ താഴെ കാണുന്ന റോഡ് കണ്ടോ, അതിലൂടെയാണ് നമ്മൾ വന്നത്. നമ്മൾ വന്നപ്പോൾ നമുക്ക് പുലിയുടെ സൈറ്റിങ് കിട്ടി. പക്ഷേ ഒരു മിന്നായം പോലെ പുലി, ലെപ്പേർഡ് തന്നെയാണ്. അത് ടൈഗർ, കടുവയല്ല, ലെപ്പേർഡാണ്. ഈ ഫസ്റ്റ് കാണുന്ന ഈ പോസ്റ്റിന് പുറകിലുള്ള പാറ കണ്ടോ, അവിടെ നമ്മുടെ ജീപ്പിൻ്റെ സൗണ്ട് കേട്ടതും ഇങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു. അപ്പോൾ നമ്മളും ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഓടിപ്പിടിച്ച് വന്നതാണ്. പക്ഷെ നമുക്ക് അത് പെട്ടെന്ന് ഓടിപ്പോയി. കാര്യം ഇത്രയും ഓപ്പണായിട്ടുള്ളൊരു സ്ഥലമാണ്. ഇവിടെ നിന്നാണ് പുലി ഓടിപ്പോയത്, ഈ താഴത്തോട്ട്. താഴെ അതിന് ശേഷം സൗണ്ട് കേട്ടു. ഇവിടെ ഒരു ഞണ്ട് ഇങ്ങനെ ഇഴഞ്ഞു വരുന്നുണ്ട്. ഇതിനകത്തു നിന്നാണ് ആ മേളിൽ നിന്ന് പുലി ഓടി വന്ന് താഴത്തതേ ആ കാണുന്നൊരു കാടിലോട്ട് പുലി പോയി. നമുക്കൊരു മിന്നായം പോലെയാണ് കിട്ടിയിട്ടുള്ളത്. പക്ഷെ എന്നാലും നേക്കഡൈസ് കൊണ്ട് നമ്മൾ കണ്ടു. ഇവിടെ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ടു. ഫ്രണ്ടിലായതുകൊണ്ട് ഇറങ്ങി വരുന്നത് ഇങ്ങനെ കണ്ടു. ഇവിടെ നിന്ന് പെട്ടെന്ന് വളരെ വളരെ സ്പ്ലിറ്റ് സെക്കൻഡിൽ അത് പെട്ടെന്ന് ഓടിപ്പോയി. നമുക്കിവിടെ നിന്ന് ദൂരത്തു നിന്നൊക്കെ കാണാം പറമ്പിക്കുളവും അതുപോലെ പറമ്പിക്കുളത്തിൻ്റെ ഭാഗങ്ങളെല്ലാം. പറമ്പിക്കുളത്തോട്ട് പോകുന്ന വഴി ഞാൻ കാണിച്ചുതരാം. ഇതുവരെയാണ് നമുക്ക് പെർമിഷനുള്ളൂ. ഇതിന് ശേഷം നമുക്ക് പോകാനുള്ള പെർമിഷനില്ല. താഴെ നിങ്ങളൊരു റോഡ് കാണുന്നുണ്ടോ, ഇതാണ് പറമ്പിക്കുളത്തേക്ക് പോകാനുള്ള റോഡ്. അപ്പോൾ ഇതിലൂടെ നമുക്ക് കാട്ടുവഴി നേരെ പറമ്പിക്കുളത്തിലോട്ട് പോകാം. പക്ഷെ ഇപ്പം നമുക്ക് ഒരു രീതിക്കും പോകാൻ പറ്റില്ല, നമുക്ക് ഇതുവരെ പെർമിഷനുള്ളൂ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു 360 വ്യൂ എന്ന് പറയുന്നത്. ഇതൊരു അടിപൊളി വ്യൂ തന്നെ കേട്ടോ, ഒരു വല്ലാത്ത വ്യൂ തന്നെ അത്. ഫുള്ള് 360. അപ്പോൾ നിങ്ങളവിടെ കുറച്ച് ആൾക്കാരെ കണ്ടോ, അവർ നമുക്ക് ശേഷം വന്നവരാ. അപ്പോൾ ഇതുപോലെ വരുന്ന ആൾക്കാരുടെ അടുത്ത് എനിക്കൊരു റിക്വസ്റ്റ് ഉള്ളത്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഒരു ഡീപ്പ് ഫോറസ്റ്റിലോട്ട് വരുമ്പോൾ നമ്മൾ വൈബ് അടിക്കാനല്ല, കാടിൻ്റെ ഒരു ഭംഗി ആസ്വദിക്കാനായിരിക്കണം നമ്മൾ ഇങ്ങോട്ടേക്ക് വരാൻ പാടുള്ളൂ. അതാണ് കാടിൻ്റെ നിയമവും.
നമ്മൾ അവരുടെ വീട്ടിലോട്ടാണ് കയറി ചെല്ലുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ മാന്യതയിൽ വേണം പോകാൻ. ഇപ്പം നമുക്ക് തൊട്ട് പുറകെ വന്നവർ ഈ പറയുന്ന പോലെ ജീപ്പിൽ പാട്ടെല്ലാം വെച്ച് ഭയങ്കര വൈബടിച്ചിട്ടാണ് വന്നേക്കുന്നത്. അങ്ങനെയുള്ളൊരിടത്ത് ഞാൻ പറയുകയാണെങ്കിൽ ദയവേത് നിങ്ങൾ അങ്ങനെ ഒരിക്കലും വരരുത്. ഇത് അതിനുള്ളൊരു സ്ഥലമല്ല, ഇതൊരു കാടാണ്. അപ്പോൾ കാടിന് കാടിൻ്റേതായിട്ടുള്ള റെസ്പെക്റ്റ് നമ്മൾ കൊടുക്കണം. വൈബടിക്കാൻ താല്പര്യമുള്ളവർ വല്ല റിസോർട്ടിൽ എവിടെയെങ്കിലും പോയി വൈബടിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ആ സൗണ്ടിൽ തന്നെ ചിലപ്പോൾ ഏതെങ്കിലും നമ്മൾ വഴിയരികിൽ നിൽക്കുന്ന മൃഗങ്ങളെല്ലാം ആ സൗണ്ട് കേട്ടിട്ട് അത് തിരിച്ച് ഇറങ്ങി പോകാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ മാക്സിമം സൈലൻ്റായിട്ട് ഇതുപോലെയുള്ള സഫാരിക്കൊക്കെ വരിക. അങ്ങനെ നമ്മൾ നമ്മുടെ മൂന്നാമത്തെ പോയിൻ്റായിട്ടുള്ള കാരാശൂരി കണ്ട് നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഈ ഓഫ് റോഡ് ട്രിപ്പിൻ്റെ പേയ്മെൻറ്റ് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യത്തെ 2 പോയിൻറ്റിലോട്ട് മാത്രം പോകാനായിട്ട് 1600 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. മൂന്നാമത്തെ പോയിൻ്റായിട്ടുള്ള കാരാശൂരിക്ക് കൂടെ നിങ്ങൾക്ക് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്ട്രാ ഒരു 1400 രൂപയും കൂടെ നിങ്ങൾ കൊടുക്കണം. പിന്നെ പോരാത്തതിന് ഒരു 265 രൂപ ഇവിടുത്തെ ഫോറസ്റ്റുകാർക്ക് ഒരു എൻട്രി ഫീസും കൊടുക്കണം. അതൊരു ജീപ്പിനാണ് ചാർജ് വരുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ്. നമ്മളിതേ വന്ന വഴിയാണ്. നമ്മൾ രണ്ടാമത് പോയ പോയിൻ്റ് ഇതേ ആ ഭാഗത്താണ്. ഫുള്ള് മഞ്ഞ് മൂടിക്കിടക്കുന്നതുകൊണ്ട്, കോട മൂടിക്കിടക്കുന്നതുകൊണ്ട് നമുക്കൊന്നും അവിടെ കാണാൻ പറ്റില്ല. കോട ഇങ്ങനെ കയറി വന്നുകൊണ്ടിരിക്കണം. ഓരോ മിനിറ്റും നെല്ലിയാമ്പതിലെ കാഴ്ചകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പോയ ജീപ്പ് ഇതും ആ മലയുടെ ബാക്ക്ഗ്രൗണ്ടിലും കാണാനൊരു പ്രത്യേക ഭംഗിയാട്ടോ. ഇത് ഒരു വല്ലാത്ത ഭംഗിയാണ് ഈ വൈറ്റ് കളർ ജീപ്പ് ഈ പച്ച ബാക്ക്ഗ്രൗണ്ടിൽ കാണാനായിട്ട്. ഓ, കിടിലൻ വ്യൂ. അങ്ങനെ മഴ വന്നു തുടങ്ങി കേട്ടോ. ഇത് അവിടുത്തെ കോട മാറുന്നുണ്ട്. നമ്മുടെ വണ്ടി ഇതേ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. സൈഡിൽ മൊത്തം കോട. ഓ, കിടിലൻ ഫ്രെയിം തന്നെയാണ്, കിടിലൻ ഫ്രെയിം. അപ്പോൾ ഇന്ന് നമ്മളൊപ്പം വന്നിരിക്കുന്നത് ഷെഫീഖ് ബ്രോയാണ്. ഷെഫീഖ് ബ്രോ ഒരു ഹായ് അടിച്ച്. അപ്പോൾ ഇനി നെല്ലിയാമ്പതി വരുന്നവർ ഓഫ് റോഡിന് താല്പര്യമുള്ളവർ ഞാൻ ഷെഫീഖ് ബ്രോൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിലിടാം. അപ്പോൾ അതിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓഫ് റോഡ് അടിപൊളിയായിട്ട് പോകാൻ പറ്റും, സമാധാനത്തോടു കൂടി പോകാൻ പറ്റും. അതാണ് ബ്രോൻ്റെ ഹൈലൈറ്റ്. വലിയ തിടുക്കമൊന്നുമില്ല, നമുക്ക് അതൊക്കെ പോയിട്ട് വരാം. അങ്ങനെ നമ്മുടെ നെല്ലിയാമ്പതി ട്രിപ്പ് ഓൾമോസ്റ്റ് അവസാനിക്കാൻ പോവുകയാണ്. നമ്മൾ തിരിച്ചിറങ്ങുകയാണ്. ഇറങ്ങുന്ന സമയത്ത് നമുക്ക് നല്ല കിടിലം വഴിയും അതുപോലെ തന്നെ നല്ല കട്ട കോടയായിരുന്നു. അപ്പോൾ റോഡിലോട്ടുള്ളൊരു വിസിബിലിറ്റി ഭയങ്കര കുറവായിരുന്നു. അപ്പോൾ നമ്മൾ പതുക്കെയാണ് തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ കയറാനും ഇറങ്ങാനും ഒരൊറ്റ വഴിയുള്ളത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റക്കായി. ഇപ്പോൾ ഇവിടെ വരുന്നവർ ഇത് എന്തായാലും സൂക്ഷിക്കണം. അപ്പോൾ നമ്മൾ ഇറങ്ങുന്ന വഴിയാണ് ഇതേ ഒരു കിടിലൻ കാട്ടി, ഒരു മെയിൽ ഇന്ത്യൻ വൈൽഡ് ഗോറിനെ റോഡ് സൈഡിൽ കാണാൻ പറ്റിയത്. അപ്പോൾ ഈ ഒരു പ്രദേശം ഇവൻ്റെ മെയിൻ ഏരിയയാണ്. നിങ്ങൾ വരുന്ന ആൾക്കാർ മിക്കവാറും ഇവനെ ഈ ഏരിയയിൽ വൈകുന്നേരങ്ങളിൽ കാണാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലത്തെ വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും സേഫായിട്ടിരിക്കുക. താങ്ക് യു.